ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്കുകളെ എങ്ങനെയൊക്കെ തരംതിരിക്കാം, ക്ലാസിഫൈ ചെയ്യാം, എന്തൊക്കെ മെത്തേഡ്സ് ആണ് അതിനുള്ളത്, ആ ക്ലാസിഫിക്കേഷന് പിന്നിലുള്ള ഫാക്ടേഴ്സ് എന്താണ്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇവയെ തരംതിരിക്കാൻ സാധിക്കുക എന്നും, ഒപ്പം തന്നെ ഒരു സ്റ്റോക്കിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കി അത് ഏത് ക്ലാസ്സിലാണ് പെടുന്നതെന്ന് നോക്കി അതിൻ്റെ പ്രത്യേകതകൾ ഇങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വെൽത്ത് ജനറേറ്റ് ചെയ്യാൻ നിങ്ങളെ കേപ്പബിൾ ആക്കുന്ന, നല്ലൊരു ഇൻവെസ്റ്റർ ആക്കി മാറ്റാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരുപാട് കോണ്ടന്റ്സ് ഓരോ ആഴ്ചയും നമ്മുടെ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വിശദമായിട്ട് വരാം. നമ്മളൊക്കെ ഓരോ സ്റ്റോക്കുകളുമായി ബന്ധപ്പെട്ട ചില ലേബലുകൾ കേട്ടിട്ടുണ്ടാവും. ഓരോ സ്റ്റോക്കുകളെയും പലതരത്തിൽ ക്ലാസിഫൈ ചെയ്ത് വെച്ചത് കണ്ടിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ലാർജ് ക്യാപ് സ്റ്റോക്ക് ഉണ്ട്, ഡിവിഡൻഡ് സ്റ്റോക്കുകളുണ്ട്, ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകളുണ്ട്. ഇതെന്താണ് സംഭവം എന്ന് പലർക്കും ഇപ്പോഴും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇത് വെറുതെ പേര് കൊടുക്കുന്നതല്ല, സ്പെസിഫിക് ആയിട്ടുള്ള ചില ക്യാരക്ടേഴ്സ് കാണിക്കുന്ന സ്റ്റോക്കുകളെയാണ് ഓരോ ക്ലാസിഫിക്കേഷനിലും പെടുത്തുന്നത്. അപ്പോൾ പലപ്പോഴും ഈ ക്ലാസിഫിക്കേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഈ ലേബലുകൾ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ആ സ്റ്റോക്കിനെ കുറിച്ചും ആ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട കമ്പനിയെ കുറിച്ചുമുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഓരോ ക്ലാസിഫിക്കേഷനും എടുത്ത് എന്താണ് അതിൻ്റെ മീനിങ്, അതിനടിയിൽ വരുന്ന സ്റ്റോക്കുകളുടെ പ്രത്യേകതകൾ, ആ കമ്പനികളുടെ പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും എന്നൊക്കെ വിശദമായിട്ട് നോക്കാം. ആദ്യം നമ്മൾ എടുക്കാൻ പോകുന്നത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വെച്ച് ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകളാണ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അടിസ്ഥാനപ്പെടുത്തി 4 കാറ്റഗറികളിലായിട്ടാണ് സ്റ്റോക്കുകളെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക. ലാർജ് ക്യാപ്, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ്, മൈക്രോ ക്യാപ് എന്നിവയാണ് അവ. 20,000 crores മുകളിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള കമ്പനികളുടെ സ്റ്റോക്കുകളാണ് ലാർജ് ക്യാപ് സ്റ്റോക്കുകൾ. 5,000 crores 20,000 crores ഇടയിലാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വരുന്നതെങ്കിൽ ആ സ്റ്റോക്കുകളാണ് മിഡ് ക്യാപ് സ്റ്റോക്കുകൾ. 500 crores 5,000 crores ഇടയിലാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എങ്കിൽ ഇവയാണ് സ്മോൾ ക്യാപ് സ്റ്റോക്സ്. 50 crores 500 crores ഇടയിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വരുന്ന കമ്പനികളുടെ സ്റ്റോക്കുകളാണ് മൈക്രോ ക്യാപ് സ്റ്റോക്കുകൾ. അപ്പോൾ ഒരു സ്റ്റോക്ക് ലാർജ് ക്യാപ്പ് ആണോ, മിഡ് ക്യാപ്പ് ആണോ, മൈക്രോ ക്യാപ്പ് ആണോ, സ്മോൾ ക്യാപ്പ് ആണോ എന്ന് മനസ്സിലാവുന്നതിലൂടെ തന്നെ ആ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട കമ്പനിയുടെ ഒരു റഫ് സൈസ്, എത്രമാത്രം വലുതാണ് ആ കമ്പനി എന്നുള്ള ഐഡിയ നമുക്ക് കിട്ടും. ഒപ്പം തന്നെ ആ കമ്പനിയുടെ ബേസിക് ആയ പല ക്യാരക്ടേഴ്സും നമുക്ക് ഊഹിക്കാനും സാധിക്കും. ഉദാഹരണത്തിന് TCS ഒരു ലാർജ് ക്യാപ് സ്റ്റോക്കാണ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 20,000 crores മുകളിലാണ് എന്ന്. അതിനർത്ഥം മാർക്കറ്റിലെ അപ്പർ തേർഡിലാണ് ഇത് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഈ കമ്പനിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, പ്രത്യേകതകളാണ്. തുടർച്ചയായ കൺസിസ്റ്റൻ്റ് ആയ ഉയർന്ന ക്യാഷ് ഫ്ലോ ഉണ്ടായിരിക്കും ഈ കമ്പനിക്ക്. ഇതൊരു മോഡറേറ്റ് ഗ്രോത്ത് ആണ് കാണിക്കുക. അതുപോലെ തന്നെ വളരെ വലിയ ക്യാഷ് റിസർവ്, ധനശേഖരം ഈ കമ്പനിക്കുണ്ടാവും. വളരെ വലിയ ലാർജ് നമ്പർ ഓഫ് എംപ്ലോയീസ് ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. മിഡ് ക്യാപ് ആൻഡ് സ്മോൾ ക്യാപ് കമ്പനീസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ മികച്ച ക്രെഡിറ്റ് റേറ്റും ഈ കമ്പനിക്ക് ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതൊരു ലാർജ് ക്യാപ് സ്റ്റോക്കാണ് എന്ന് കേൾക്കുമ്പോഴേ ഊഹിച്ചെടുക്കാൻ സാധിക്കും. അതുപോലെ ഒരു സ്റ്റോക്ക് മിഡ് ക്യാപ് സ്റ്റോക്കാണ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ലാർജ് ക്യാപ്പുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഗ്രോത്ത് പ്രോസ്പെക്ട്സ് കുറച്ചുകൂടി ഉയർന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ലാർജ് ക്യാപ്പുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ മിഡ് ക്യാപ് സ്റ്റോക്കിൻ്റെ ക്യാഷ് ഫ്ലോ, ഈ കമ്പനിയുടെ ക്യാഷ് ഫ്ലോ ഇൻകൺസിസ്റ്റൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ റിസ്ക് ഇവിടെ ഉണ്ടാവും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ക്യാഷ് ഫ്ലോ ഇൻകൺസിസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ ലാർജ് ക്യാപ് കമ്പനികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ ക്രെഡിറ്റ് റേറ്റിംഗ് കുറവായിരിക്കും എന്നും നമുക്ക് മനസ്സിലാക്കാം. ഇനി ഒരു സ്റ്റോക്ക് സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആണെന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും? ലാർജ് ക്യാപ്പിനെയും മിഡ് ക്യാപ്പിനെയും അപേക്ഷിച്ച് ഇതിന് ഇനിയും വളരാനുള്ള സാധ്യതകളുണ്ട്. അപ്പം ഒരു ഗ്രോത്ത് പ്രോസ്പെക്ട്സിൽ നോക്കുമ്പോൾ ഇത് മുന്നിലായിരിക്കും. അതേസമയം തന്നെ ഇവരുടെ പ്രൊഡക്റ്റും സർവീസും ഇനിയും ടെസ്റ്റ് ചെയ്യാനുണ്ട്. അതിൻ്റെ ബിസിനസ് മോഡലും അതിൻ്റെ ഫ്യൂച്ചറും ഒന്നും ഇപ്പോഴും ആളുകൾക്ക് എത്രമാത്രം വലുതാണ്, എത്രമാത്രം സക്സസ്ഫുൾ ആയിരിക്കും എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ റിസ്ക് എലമെൻ്റ് അവിടെ ഉണ്ടാവും. ഈ കാര്യങ്ങൾ കൊണ്ട് തന്നെ ക്രെഡിറ്റ് റേറ്റിംഗും ലാർജ് ക്യാപ്പിനെയും മിഡ് ക്യാപ്പിനെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്മോൾ ക്യാപ്പിന് കുറവായിരിക്കും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും.
അടുത്ത ക്ലാസിഫിക്കേഷൻ ഡിവിഡൻഡ് സ്റ്റോക്സ് ആൻഡ് നോൺ ഡിവിഡൻഡ് സ്റ്റോക്സ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഡിവിഡൻഡ് സ്റ്റോക്കുകൾ എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സിന് റെഗുലറായി ഡിവിഡൻസ് നൽകുന്ന സ്റ്റോക്കുകളാണ്. ഇവയെ ഇൻകം സ്റ്റോക്സ് എന്നും വിളിക്കുന്നുണ്ട്. കാരണം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് കൃത്യമായി റെഗുലറായി ഒരു ഡിവിഡൻഡ് ഇൻകം കിട്ടുന്നത് കൊണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഡിവിഡൻഡ് സ്റ്റോക്ക് ആണോ നോൺ ഡിവിഡൻഡ് സ്റ്റോക്ക് ആണോ എന്ന് മനസ്സിലാക്കുന്നതിലൂടെ, ഈ ക്ലാസിഫിക്കേഷൻ അറിയുന്നതിലൂടെ ആ കമ്പനിയുടെ ക്യാഷ് ജനറേറ്റിംഗ് എബിലിറ്റി, അതുപോലെ അവർക്ക് സർപ്ലസ് ആയി ക്യാഷ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും ഡിവിഡൻഡ് നൽകുന്ന സ്റ്റോക്കുകൾ നല്ലതാണ് എന്ന് പറയുമ്പോൾ തന്നെ നോൺ ഡിവിഡൻഡ് സ്റ്റോക്കുകൾ എല്ലാം മോശമാണ് എന്ന അർത്ഥമില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ കമ്പനിയെ കുറിച്ച്, ആ സ്റ്റോക്കിനെ കുറിച്ച് നന്നായി മനസ്സിലാക്കണം. ഒരു കമ്പനി അതിന്റെ ഗ്രോത്ത് സ്റ്റേജിലാണെങ്കിൽ അവരുണ്ടാക്കുന്ന സർപ്ലസ് ക്യാഷ് ആ കമ്പനിയിലേക്ക് റീ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, അവരുടെ ഗ്രോത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്തരമൊരു കാര്യം വരുന്ന സമയത്ത് അതൊരു നോൺ ഡിവിഡൻഡ് സ്റ്റോക്ക് ആണെങ്കിലും അത് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാവുന്നതാണ്, ന്യായീകരിക്കാവുന്നതാണ്. ഡിവിഡൻഡ് സ്റ്റോക്കുകൾക്ക് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ITCയുടെ സ്റ്റോക്കുകൾ. അവരുടെ ഇയർലി പ്രോഫിറ്റിൽ നിന്നും ഒരു നിശ്ചിത ശതമാനം അതിന്റെ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് നൽകണം എന്നൊരു മാൻഡേറ്റ് അവർക്കുണ്ട്. അടുത്ത ക്ലാസിഫിക്കേഷൻ വരുന്നത് ഇൻവെസ്റ്റിംഗ് സ്റ്റൈലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. ഗ്രോത്ത് സ്റ്റോക്സ് ആൻഡ് വാല്യൂ സ്റ്റോക്സ്. ഗ്രോത്ത് ഇൻവെസ്റ്റേഴ്സും ഉണ്ട്, വാല്യൂ ഇൻവെസ്റ്റേഴ്സും ഉണ്ട്. എന്താണ് ഇത് രണ്ടും എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഗ്രോത്ത് സ്റ്റോക്ക് എന്താണെന്ന് പറയാം. നല്ല ഗ്രോത്ത് പൊട്ടൻഷ്യൽ കാണിക്കുന്ന കമ്പനികളുടെ സ്റ്റോക്കുകളാണ് ഗ്രോത്ത് സ്റ്റോക്സ്. അതായത് കൂടുതൽ വളർച്ച കൈവരിച്ചുകൊണ്ടിരിക്കുന്ന, ഭാവിയിൽ ആ ഗ്രോത്ത് കണ്ടിന്യൂ ചെയ്യാനുള്ള സ്പേസും അതിനുള്ള സാഹചര്യവുമുള്ള കമ്പനികൾ. ഏർണിങ്സും സെയിൽസും ഒക്കെ കൂടി വരാനുള്ള സാധ്യത കാണിക്കുന്ന കമ്പനികൾ. ഒരു കമ്പനി കൂടുതൽ വളരാനുള്ള സാധ്യത ഉണ്ട് എന്ന് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുക? കുറച്ചു കാലം കഴിയുമ്പോൾ ഈ കമ്പനിയുടെ വളർച്ചയ്ക്ക് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ടാകുമെന്ന പ്രതീക്ഷ, പിന്നെ ആ കമ്പനി ഉൾപ്പെടുന്ന ഇൻഡസ്ട്രി ബൂം ചെയ്ത് കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കൂടുതൽ വളർച്ച കൈവരിക്കാൻ പോവുകയാണ് എന്ന കാര്യം. ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടാകാം കമ്പനിയുടെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ മികച്ചതാകുന്നത്. ഇങ്ങനെ ഒരു മികച്ച ഗ്രോത്ത് പൊട്ടൻഷ്യൽ കാണിക്കുന്ന കമ്പനികളുടെ സ്റ്റോക്ക് വാങ്ങിയാൽ ലോങ് ടേമിൽ വളരെ വലിയ റിട്ടേൺസ് ലഭിക്കുമെന്നുള്ളത് കൊണ്ട് ഇതിന്റെ മാർക്കറ്റ് ഡിമാൻഡ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിന്റെ വാല്യുവേഷൻ യഥാർത്ഥ വാല്യൂവിനേക്കാൾ കൂടുതലായിരിക്കും മാർക്കറ്റിൽ കാണിക്കുന്നുണ്ടാവുക. ഇനി വാല്യൂ സ്റ്റോക്സ് എന്താണെന്ന് പറയാം. ശരിക്കും ഉണ്ടായിരിക്കേണ്ട യഥാർത്ഥ മൂല്യത്തെക്കാൾ കുറഞ്ഞ വാല്യുവേഷൻ മാർക്കറ്റിൽ കാണിക്കുന്ന സ്റ്റോക്കുകളാണ് വാല്യൂ സ്റ്റോക്സ്. ഗ്രോത്ത് സ്റ്റോക്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൂടുതൽ വളർച്ചയ്ക്കുള്ള സ്പേസ് ഇല്ലെങ്കിലും കാലങ്ങൾ കൊണ്ട് വിശ്വാസം ആർജിച്ചെടുത്ത ഒരു ബിസിനസ് മോഡൽ വെച്ച് മുന്നോട്ട് പോകുന്ന കമ്പനികളുടെ സ്റ്റോക്കുകളായിരിക്കും വാല്യൂ സ്റ്റോക്സ്. കമ്പനിയുടെ ഫണ്ടമെന്റൽസും ഫിനാൻഷ്യൽസും ഒക്കെ സ്ട്രോങ് ആണെങ്കിലും താൽക്കാലികമായ ചില ഫാക്ടേഴ്സ് കൊണ്ട് മാർക്കറ്റിൽ അണ്ടർ വാല്യുവേഷൻ കാണിക്കുന്ന ഈ സ്റ്റോക്കുകൾ, ആ ഫാക്ടേഴ്സ് എപ്പോഴാണോ മാറുന്നത് അപ്പോൾ ശരിയായ വാല്യൂവിലേക്ക് തിരിച്ചു വരും. റിസ്ക് ലെവൽ നോക്കുമ്പോൾ ഗ്രോത്ത് സ്റ്റോക്കുകൾക്ക് റിസ്ക് കൂടുതലാണ് വാല്യൂ സ്റ്റോക്കുകളെ അപേക്ഷിച്ച്. കാരണം കമ്പനിയുടെ ഗ്രോത്തിനെ കുറിച്ചുള്ള എക്സ്പെക്ടേഷൻ ആണ് ഗ്രോത്ത് സ്റ്റോക്കിൽ നിക്ഷേപിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നത്. അവിടെ ഒരു അൺസർട്ടൈനിറ്റി ഉണ്ട്, ഒരു അനിശ്ചിതത്വമുണ്ട്. അതേസമയം വാല്യൂ സ്റ്റോക്സ് കുറച്ചുകൂടെ സ്റ്റേബിൾ ആണ്, അതുകൊണ്ട് കമ്പാരിറ്റീവ്ലി റിസ്ക് കുറവാണെന്ന് പറയാം. ഗ്രോത്ത് സ്റ്റോക്കിന്റെ ഒരു മികച്ച ഉദാഹരണമാണ് ബജാജ് ഫിനാൻസ്. ഓൾറെഡി അതൊരു ബിഗ് സൈസ് കമ്പനിയാണ്, എന്നിട്ടും ബജാജ് ഫിനാൻസ് നല്ല ഗ്രോത്ത് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, കൂടുതൽ വളർച്ച കാണിക്കുന്നുണ്ട്. അതിന്റെ കാരണം ഒരേപോലെ തുടരാതെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതിന്റെ ബിസിനസ് മോഡലും മികച്ച മാർക്കറ്റ് ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെയാണ്. അതുപോലെ വാല്യൂ സ്റ്റോക്സിനുള്ള ഒരു ഗുഡ് എക്സാമ്പിൾ ആണ് TCS. TCSന് ഒരു പ്രൂവൺ ബിസിനസ് മോഡൽ ഉണ്ട്, കാലങ്ങളായി വിജയകരമായി മുന്നോട്ട് പോകുന്ന ബിസിനസ് മോഡൽ. പക്ഷേ ഗ്രോത്ത് സ്റ്റോക്കുകളെ അപേക്ഷിച്ച് ഗ്രോത്ത് പൊട്ടൻഷ്യൽ കുറവാണ് TCSന്റെ സ്റ്റോക്കുകൾക്കും. ഈ ഗ്രോത്ത് ആൻഡ് വാല്യൂ സ്റ്റോക്സിന്റെ കൂടെ തന്നെ നമ്മൾ പറയേണ്ട മറ്റൊരു സ്റ്റോക്ക് കൂടെ ഉണ്ട്, മൊമെന്റം സ്റ്റോക്സ്. മാർക്കറ്റിലെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ഗ്രോത്ത് സ്റ്റോക്കിനോട് സാമ്യം തോന്നും നമുക്ക് മൊമെന്റം സ്റ്റോക്സിനും. കാരണം അവയുടെ യഥാർത്ഥ വാല്യുവേഷനേക്കാൾ കുറച്ച് കൂടിയ വാല്യുവേഷൻ മാർക്കറ്റിൽ കാണിച്ച് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ടാവും. പക്ഷേ ഗ്രോത്ത് സ്റ്റോക്കിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഗ്രോത്ത് സ്റ്റോക്കുകളുടെ റിട്ടേൺസ് ലോങ് ടേമിലാണ് നമുക്ക് വളരെയധികം കിട്ടുന്നതെങ്കിൽ മൊമെന്റം സ്റ്റോക്സിന്റെ റിട്ടേൺസ് ഒരു മിഡ് അല്ലെങ്കിൽ ഷോർട്ട് ടേമിലേക്കാണ് നമുക്ക് നന്നായിട്ട് കിട്ടുക. കാരണം ഇതിന്റെ വാല്യുവേഷൻ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ച് പോകാനോ അല്ലെങ്കിൽ താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. മാർക്കറ്റിൽ ഉണ്ടാകുന്ന നിലവിലെ മൊമെന്റം അനുസരിച്ച് മാത്രമാണ് അത് നന്നായി പെർഫോം ചെയ്യുകയുള്ളൂ. അധികം വൈകാതെ തന്നെ അതിന്റെ വാല്യുവേഷൻ താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ലോങ് ടേമിലേക്കുള്ള റിട്ടേൺസ് അല്ല നമ്മൾ മൊമെന്റം സ്റ്റോക്സിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്. ഒരു മിഡ് ടേം അല്ലെങ്കിൽ ഷോർട്ട് ടേമിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസ് മാത്രമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. മാർക്കറ്റിൽ
വളരെ കുറച്ച് സമയത്തേക്ക് മാത്രം നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുകയും അത് കഴിഞ്ഞാൽ താഴെ പോകുകയും ചെയ്യുന്ന സ്റ്റോക്കുകളാണ് മൊമെന്റം സ്റ്റോക്സിന് എക്സാമ്പിൾ. അടുത്ത ക്ലാസിഫിക്കേഷൻ സൈക്ലിക്കൽ ആൻഡ് നോൺ സൈക്ലിക്കൽ സ്റ്റോക്സ്. നമ്മുടെ എക്കോണമിയുടെ സൈക്ലിക്കാലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ചില സ്റ്റോക്കുകളുണ്ട്. അവയാണ് നമ്മൾ ഈ ക്ലാസിഫിക്കേഷനിൽ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ സമ്പദ് വ്യവസ്ഥ മോശമാകുമ്പോൾ ഡിമാൻഡ് കുറയുകയും അതേസമയം എക്കോണമി റൈസ് ചെയ്യുമ്പോൾ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്യുന്ന ചില പ്രൊഡക്റ്റ് ആൻഡ് സർവീസുകൾ ഓഫർ ചെയ്യുന്ന കമ്പനികളുടെ സ്റ്റോക്കുകളാണ് സൈക്ലിക്കൽ സ്റ്റോക്സ്. ഈ എക്കണോമിക് സൈക്ലിക്കാലിറ്റി ഈ സ്റ്റോക്കുകളെ ബാധിക്കുന്നുണ്ട് എന്നർത്ഥം. ഉദാഹരണത്തിന് നമ്മുടെ സമ്പദ് വ്യവസ്ഥ മോശമാവുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം കട്ട് ചെയ്യുന്ന ചില പ്രൊഡക്റ്റുകളുണ്ട് അല്ലേ, ലക്ഷറി ഐറ്റംസ്, മെറ്റൽ, സ്റ്റീൽ തുടങ്ങിയവ, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സ് തുടങ്ങിയ സാധനങ്ങളൊക്കെ. ഇത് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികൾ ആ സമയത്ത് വളരെ മോശം പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുക. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ അവയുടെ സ്റ്റോക്ക് പ്രൈസ് താഴോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഡിമാൻഡ് കുറയുമ്പോൾ പെർഫോമൻസ് മോശമാവുകയും ഡിമാൻഡ് കൂടുമ്പോൾ എക്കോണമി നല്ല രീതിയിൽ പോകുന്ന സമയത്ത്, എക്കോണമിയിൽ ഒരു റൈസ് ഉണ്ടാവുന്ന സമയത്ത് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്യുന്ന സ്റ്റോക്കുകളെയാണ് സൈക്ലിക്കൽ സ്റ്റോക്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി അതേസമയം നോൺ സൈക്ലിക്കൽ സ്റ്റോക്കുകളുണ്ട്. ഇവയെ ഇത്തരം എക്കോണമിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ബാധിക്കുന്നില്ല. അതുകൊണ്ടാണ് അവയെ ഡിഫെൻസീവ് സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ഓൾ വെതർ സ്റ്റോക്സ് അല്ലെങ്കിൽ സെക്യുലർ സ്റ്റോക്സ് എന്നൊക്കെ വിളിക്കുന്നത്. ഈ സ്റ്റോക്കുകൾക്ക് ഉദാഹരണമാണ് FMCG, ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ്. നമ്മൾ ദിവസേന ഉപയോഗിക്കുന്ന കുറേ പ്രൊഡക്റ്റുകളുണ്ടല്ലോ, ടൂത്ത് പേസ്റ്റ്, സോപ്പ് തുടങ്ങിയവ. അതുപോലെ തന്നെ ഫുഡ് പ്രൊഡക്ട്സ്. ടെക്നോളജിക്കൽ സ്റ്റോക്കുകളും ഈ നോൺ സൈക്ലിക്കൽ സ്റ്റോക്കുകൾക്ക് ഉദാഹരണമാണ്. ഏത് അവസ്ഥയിലും, അതായത് സാമ്പത്തിക രംഗം മോശമാവുമ്പോഴോ അല്ലെങ്കിൽ നല്ല രീതിയിൽ പോകുമ്പോഴോ ഒക്കെ തന്നെ ഇതിന്റെ ഡിമാൻഡ് സ്റ്റഡി ആയിരിക്കും അല്ലെങ്കിൽ ഉയർന്ന രീതിയിലായിരിക്കും. ഒരിക്കലും ഇതിന്റെ ഡിമാൻഡ് താഴോട്ട് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകൾ മാർക്കറ്റിൽ എപ്പോഴും ഒരു സ്റ്റഡി പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. ഇവയെ നമ്മൾ നോൺ സൈക്ലിക്കൽ സ്റ്റോക്കുകൾ എന്നാണ് വിളിക്കുന്നത്. ഈ സൈക്ലിക്കൽ ആൻഡ് നോൺ സൈക്ലിക്കൽ സ്റ്റോക്കുകളുടെ ഡിഫറൻസിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുള്ളത്, മൊത്തത്തിൽ മാർക്കറ്റ് ഉയർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ബുൾ മാർക്കറ്റിന്റെ സമയത്ത് സൈക്ലിക്കൽ സ്റ്റോക്കുകൾ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കും, മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കും. അതേസമയം മാർക്കറ്റ് താഴെ പോകുമ്പോൾ, ഒരു ബെയർ മാർക്കറ്റിന്റെ സമയത്ത് ഈ സ്റ്റോക്കുകൾ ബാഡ് പെർഫോമൻസ് ആയിരിക്കും കാഴ്ചവെക്കാറുള്ളത്. അതേസമയം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ നോൺ സൈക്ലിക്കൽ സ്റ്റോക്കുകൾ മാർക്കറ്റ് ഉയരുമ്പോഴും താഴുമ്പോഴും എല്ലാം റെസിലിയന്റ് ആയിരിക്കും, കുറച്ച് സ്റ്റേബിൾ ആയിരിക്കും നമ്മുടെ സൈക്ലിക്കൽ സ്റ്റോക്കുകളെ അപേക്ഷിച്ച്. വലിയ മാറ്റമൊന്നും വരുന്നില്ല അവയുടെ പെർഫോമൻസിൽ, കാരണം ഡിമാൻഡും സപ്ലൈയും അപ്പോഴും മിസ്മാച്ച് ഇല്ലാതെ തുടരുന്നത് കൊണ്ടാണത്. അടുത്ത ക്ലാസിഫിക്കേഷൻ ബ്ലൂ ചിപ്സ് ആൻഡ് പെന്നി സ്റ്റോക്സ്. അപ്പൊ എന്താണ് ഇത് രണ്ടും നോക്കാം. കമ്പനികളുടെ ക്വാളിറ്റി അതുപോലെ ബിസിനസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നിവ അടിസ്ഥാനപ്പെടുത്തിയുള്ള ക്ലാസിഫിക്കേഷനാണ് ബ്ലൂ ചിപ്സ് ആൻഡ് പെന്നി സ്റ്റോക്സ്. എന്താണ് ബ്ലൂ ചിപ്പ് സ്റ്റോക്ക് എന്ന് ആദ്യം പറയാം. കാലങ്ങളായി വിശ്വാസം ആർജിച്ചെടുത്ത ഒരു ബിസിനസ് മോഡലിൽ പ്രവർത്തിച്ചു മുന്നോട്ട് പോകുന്ന കമ്പനികളാണ് ബ്ലൂ ചിപ്പ് കമ്പനികൾ. അവരുടെ സ്റ്റോക്കുകളാണ് ബ്ലൂ ചിപ്പ് സ്റ്റോക്സ്. മിക്കവാറും ബ്ലൂ ചിപ്പ് കമ്പനികൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വെച്ച് നോക്കുമ്പോൾ ലാർജ് ക്യാപ്പ് ആയിരിക്കും. 20,000 crores മുകളിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള കമ്പനികളായിരിക്കും. ഈ കമ്പനികളുടെ ബിസിനസ് മോഡൽ കുറെ കാലമായി പരീക്ഷിച്ച് വിജയിച്ച് ഇപ്പോഴും അത് തുടർന്നു പോകുന്നത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ഇവയ്ക്ക് ഹയസ്റ്റ് റിട്ടേൺ നൽകാൻ സാധിച്ചോളണമെന്നില്ല. അതേസമയം സ്റ്റേബിൾ ആയ പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് കൊണ്ട് വളരെ ലോ റിസ്ക് ഉള്ള സ്റ്റോക്കുകളാണ് ഇവ. അതുകൊണ്ട് തന്നെ ലോ റിസ്ക് മാത്രം ആഗ്രഹിക്കുന്ന ആളുകൾക്കിടയിൽ ഈ ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകൾ വളരെ ഫേവറേറ്റ് ആയിരിക്കും. ബ്ലൂ ചിപ്പ് കമ്പനികളുടെ പ്രൊഡക്റ്റും സർവീസും ഉപയോഗിക്കുന്നവർക്കിടയിൽ ഈ കമ്പനികൾ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനികളായിരിക്കും. അതുപോലെ തന്നെ ഈ ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകൾ വാങ്ങുന്നവരെ സംബന്ധിച്ചും ഈ സ്റ്റോക്ക് മാർക്കറ്റിലും ഈ കമ്പനികൾ വളരെ വിശ്വാസം ആർജിച്ചെടുത്ത റെപ്യൂട്ടഡ് ആയ കമ്പനികളായിട്ടാണ് അവരുടെ മനസ്സിലും ഉണ്ടാവുക. ബ്ലൂ ചിപ്പ് കമ്പനികൾക്കുള്ള ഉദാഹരണങ്ങളാണ് പിഡിലൈറ്റ്, ഏഷ്യൻ പെയിന്റ്സ്, TCS, റിലയൻസ് തുടങ്ങിയവ. അപ്പോൾ പെന്നി സ്റ്റോക്സ് എന്താണ്? വളരെ ലോ ക്വാളിറ്റി സ്റ്റോക്സ് ആണ് പെന്നി സ്റ്റോക്സ് എന്ന് പറയേണ്ടി വരും. കാരണം ഈ സ്റ്റോക്കുകളുടെ കമ്പനികൾക്ക് വിജയകരമായി എന്ന് ഉറപ്പിക്കാവുന്ന ഒരു ബിസിനസ് മോഡൽ ഇല്ല. ഇനിയും പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്ന ഒരു ബിസിനസ് മോഡൽ റൺ ചെയ്യുന്ന ചെറിയ കമ്പനികളാണ് ഇവ. മിക്കവാറും ഒരു 100 crores താഴെ മാത്രം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനികൾ. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകൾ മാർക്കറ്റിൽ വളരെ ചെറിയ വിലക്ക് അവൈലബിൾ ആയിരിക്കും. 10 rupees to 20 rupees ഈ പെന്നി സ്റ്റോക്സ് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ
അവൈലബിൾ ആയിട്ട് കിട്ടും. ഒരു അൺപ്രൂവൺ ആയിട്ടുള്ള ബിസിനസ് മോഡൽ റൺ ചെയ്യുന്ന കമ്പനികളായതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകളുമായി ബന്ധപ്പെട്ട റിസ്ക് വളരെ കൂടുതലായിരിക്കും. ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കൂടുതലാണ് പെന്നി സ്റ്റോക്സിന്റെ റിസ്ക് ലെവൽ. അപ്പോൾ പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതെങ്കിലും ഒരു ക്ലാസിഫിക്കേഷൻ മാത്രം എടുത്ത് അത് മാത്രം നോക്കി നമ്മൾ ഏതെങ്കിലും സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നല്ല നമ്മൾ പറയുന്നത്. മറിച്ച് ഓരോ ക്ലാസിഫിക്കേഷനും നമുക്ക് നൽകുന്നത് ഒരു കമ്പനിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ്. അതുകൊണ്ട് തന്നെ ഒരു കമ്പനിക്ക് ഒരേ സമയം പല ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടാം. ഫോർ എക്സാമ്പിൾ, ബജാജ് ഫിനാൻസ് എന്ന കമ്പനി എടുത്തു കഴിഞ്ഞാൽ അതൊരു ലാർജ് ക്യാപ് കമ്പനിയാണ്. അതായത് മാർക്കറ്റ് സൈസ് എടുത്ത് നോക്കുമ്പോൾ 20,000 crore മുകളിലാണ് അതിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് നമുക്ക് മനസ്സിലാവും. അതൊരു ബ്ലൂ ചിപ്പ് കമ്പനിയാണ്, കാലങ്ങളായി വിജയകരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഇതൊരു ഗ്രോത്ത് സ്റ്റോക്കാണ്. അതായത് ഒരു ഇവോൾവിംഗ് ബിസിനസ് മോഡൽ ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ കൂടുതലാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ ഒരു സ്റ്റോക്കുമായി ബന്ധപ്പെട്ട, ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള പ്രിലിമിനറി കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ അതിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കിയാൽ നമുക്ക് സാധിക്കും എന്നത് ശരിയാണ്. എന്ന് കരുതി ഇത് മാത്രം നോക്കിയിട്ടാവരുത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. നമ്മൾ എപ്പോഴും ആ കമ്പനിയെ കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കണം. അതിന്റെ ഫണ്ടമെന്റൽസും അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും നന്നായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാവൂ എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. അപ്പോൾ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്റ്റോക്സിനെ കുറിച്ച് ഇപ്പോൾ നിങ്ങൾക്കൊരു ധാരണ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ നമ്മൾ ഗ്രോ പ്ലസ് എന്ന് പറഞ്ഞൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ ചാനലിലൂടെ കരിയർ, ഹെൽത്ത്, ഇൻവെസ്റ്റിംഗ്, ഓൺട്രപ്രണർഷിപ്പ് തുടങ്ങി നിരവധി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സ് നിങ്ങളിലേക്ക് എത്തും. സോ ആ ചാനൽ കൂടെ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വീഡിയോസുമായിട്ട് കാണാം. നിങ്ങളുടെ സജഷൻസ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കൂടുതൽ ടോപ്പിക്സ് എല്ലാം കമന്റ് ബോക്സിൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. എപ്പോഴും പറയുന്നത് പോലെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നത് വിപണിയിലെ ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ്. നമ്മുടെ ഈ ചാനലിലെ ഒരു വീഡിയോയിലും നമ്മൾ ഏതെങ്കിലും സ്റ്റോക്കുകൾ വാങ്ങാനോ വിൽക്കാനോ ഉള്ള റെക്കമെൻഡേഷൻസ് നൽകുന്നില്ല എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.